ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മറവിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസ് അതുണ്ട്. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കൊച്ചിയിലെ PMLA കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. കമ്പനിയുടെ ഉടമകളായ KD പ്രതാപനും ഭാര്യ ശ്രീനയുമാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മണി ചെയിൻ മാതൃകയിൽ 1650 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നതായിരുന്നു പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ട്. KB ശ്യാമപ്രസാദ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്യാം, ഗുഡ് മോർണിംഗ്. കാവ്യ, ഗുഡ് മോർണിംഗ്. പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 1650 കോടി രൂപയുടെ തട്ടിപ്പാണ്. ഒരു വലിയ തട്ടിപ്പ്, ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നാണ് എന്ന് പറയേണ്ടി വരും. മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിലേക്ക് എത്തുന്നു. കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്ന് തന്നെയായിട്ട് ഇതിനെ വിലയിരുത്തേണ്ടി വരും. പ്രധാനമായും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന രീതിയിൽ മണി ചെയിൻ മാതൃകയിലാണ് ഇത്തരത്തിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൻ്റെ മറവിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ പ്രതാപൻ, അതോടൊപ്പം തന്നെ ഭാര്യ ശ്രീന എന്നിവർക്ക് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി എറണാകുളം PMLA കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവരുടെ സ്ഥാപനങ്ങളിലും വീടുകളിലും അടക്കം റെയ്ഡുകൾ നടത്തിയിരുന്നു. 1650 കോടി രൂപയുടെ തട്ടിപ്പാണ് ഇക്കാര്യത്തിൽ നടത്തിയതെന്നായിരുന്നു പോലീസിൻ്റെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഇക്കാര്യത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണത്തിൽ കൂടുതൽ തട്ടിപ്പുകൾ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. പ്രധാനമായും വിദേശത്തേക്ക് ഹവാല പണം കടത്തിയ 100 കോടിയിൽ പരം ഹവാല പണം ഇത്തരത്തിൽ കടത്തിയതായിട്ടുള്ള EDയുടെ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു. ഒപ്പം തന്നെ 850 കോടി രൂപയുടെ ക്രിപ്റ്റോ കറൻസി ഇനത്തിലേക്ക് മാറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ പ്രതാപനും ഭാര്യ ശ്രീനയും നടത്തിയിരുന്നതായിട്ടുള്ള തെളിവുകളും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയും ചെയ്തു. തുടർന്ന് ആദായ നികുതി വകുപ്പും GSTയും അടക്കമുള്ളവർ വിവിധ ഘട്ടങ്ങളിൽ പരിശോധനകളെല്ലാം നടത്തി. ഇതിനിടയിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പ്രതാപനും ഭാര്യ ശ്രീനയ്ക്കുമെതിരെ കൂടുതൽ കുരുക്കുമുറുക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുവരുടെയും തൃശ്ശൂരിലുള്ള സ്ഥാപനങ്ങളിലും വീടുകളിലുമെല്ലാം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുകയും ചെയ്തു. ഈ സമയം തന്നെ ഈ ഒരു വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഇരുവരും ഒളിവിൽ പോവുകയായിരുന്നു. ഈ ഒളിവിൽ പോയി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇരുവരും ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇപ്പോൾ എറണാകുളം PMLA കോടതിയെ സമീപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എറണാകുളം PMLA കോടതിയിൽ കഴിഞ്ഞ ദിവസമാണ് ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കോടതി പരിഗണിക്കും. കാവ്യ.